എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്നപ്പായേ. സൂര്യനെ വെല്ലും ശോഭയ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം വെല്ലും സൂര്യനെ വെല്ലും ശോഭയ കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ രാജാവായി എഴുന്നള്ളി വരുമ്പോ പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോ ആ പൊൻമുഖത്ത് മുത്താൻ എനിക്കാശ കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നപ്പായേ കാണുന്നപ്പായേ ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്ക് ആരാധിക്കുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ,
തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. ഈശോയെ, നന്മ ചെയ്തിട്ടും കുറ്റാരോപണങ്ങളും വിമർശനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കൃപയ്ക്കായി സമർപ്പിക്കുന്നു. സ്നേഹനാഥ, പലപ്പോഴും ഞാനും മറ്റുള്ളവരെ അന്യായമായി വിധിക്കാറുണ്ട്. വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടില്ല എന്ന അങ്ങേ വചനം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. കൂടുതൽ നിന്റെ മുഖം ദർശിക്കുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ ഉപദേശിക്കണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെയും ഭാരങ്ങളെയും ഏറ്റെടുക്കാതെ പലപ്പോഴും ഞങ്ങൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. എനിക്കുണ്ടാകുന്ന കുരിശുകളെ ഭയന്ന് മറ്റു പരിഹാര മാർഗങ്ങൾ തേടിയിട്ടുണ്ട്. കാരുണ്യവാനായ ഈശോയെ, എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാ സഹനങ്ങളും വിലമതിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ അനുദിന ജീവിതത്തിലെ കുരിശുകളെ സ്നേഹത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവേ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴും. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്തു വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തന്നെ മാതാവിനെ കുരിശുയാത്ര മുന്നോട്ട് നീങ്ങി. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തി. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന കാലുകൾ, വെങ്കിപ്പൊട്ടുന്ന രണ്ട് ഹൃദയം. അമ്മയും മകനും സംസാരിക്കുന്നു. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർന്നു. അമ്മയുടെ വേദന മകന്റെ മുഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടന്നു എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കാരുണ്യവാനായ ഈശോയെ, കുരിശുമായുള്ള അങ്ങയുടെ യാത്രയിൽ മാതാവുമായുള്ള അങ്ങയുടെ കൂടിക്കാഴ്ച എത്രയോ വേദനാജനകമായിരുന്നു. സ്വപുത്രന്റെ ജീവനേക്കാൾ ഉപരി ഞങ്ങളുടെ രക്ഷ വലുതായി കരുതിയ പരിശുദ്ധ അമ്മേ, മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന മാതാപിതാക്കളെ, ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യത്തിൻ്റെ അമ്മേ, എൻ്റെ പ്രിയപുത്രൻ കുരിശുയാത്രയിൽ കൂടെ നിന്നതുപോലെ സഹനങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തികളുടെയും സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകൾ സഹിച്ച ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
5-ാം സ്ഥലം.
തൊഴിൽ നടത്തിയിരിക്കുന്നത് അവിടുത്തെ കീഴിൽ അവർക്ക് പൂർത്തിയാകുവാൻ ഇനി വളരെ സമയം ഈശ്വരാകുന്നില്ല എന്ന് ശാപൂരിനോട് അരുളി ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുന്നു. രാശി വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
വചനങ്ങളിൽ ആരാധിക്കുന്നു. വിശ്വാസം മുറുകെ പിടിക്കേണ്ട സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പതറാതെ വിശ്വാസസ്ഥിരതയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാതാവ് മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നു. ഇതാ എന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ എന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുൾ ചെയ്തു. 12 മണി സമയമായി. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുൾ ചെയ്തു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവേ, Thank you.
സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശ്വരനായി ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടാൽ വിശുദ്ധ അങ്ങ് ലോകത്തെ വിലപിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടവുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. Amen.
സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപപരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സുവരികയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, ഉടൻ തന്നെ നമ്മൾ ക്രൂശിതൻ്റെ ചുംബനമാണ്. കയ്പുനീരും സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ അവിടെ ആയിരിക്കുന്നിടത്ത് നിന്നാൽ മതി. യൂക്കറിസ്റ്റ്
മാതാപിതാക്കന്മാരെ അന്വേഷിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് മാതാപിതാക്കന്മാരെ അന്വേഷിച്ച് കൊയറിൻ്റെ ഇടം നിൽപ്പുണ്ട്. മാതാപിതാക്കന്മാർ ദയവ് ചെയ്തു വരും.